उस पे वार अच्छा ये और चिल्लाती है नौकरान रहते नहीं കേട്ടാ ഞാൻ ഉണർന്നത് घुंघरी आवाज सुनती नहीं നോക്കിയപ്പോ ജനലിൽ ഒരുത്തി മുടി അഴിച്ചിട്ട് നിൽക്കുന്നു ചുമ്മാ നിങ്ങൾക്ക് मटका फोड़ दिया എന്താ എന്ത് പറ്റി खुद ही तोड़ती है ये हाँ करती खुद ही तो है ये सब कुछ വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ഇപ്പൊ ആരാ മുടി അഴിച്ചിട്ട് നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടയ്ക്കാനും? ശ്രീദേവി ഇങ്ങ പോരെ. बाकी किसी ने नहीं देखा कोई उसको फेस नहीं देता ना എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. മാടമ്പള്ളി യക്ഷിയുണ്ട്, ചാത്തനുണ്ട്. ओ फिर से टूट गया कुछ देखो वहीं पर ही कैसे टूटा देख रहा कमरे में तो कोई नहीं है अब पता नहीं इसमें भी ऐसा ही होता है कि हाँ എന്താ നഗരേട്ടാ क्या पता इसमें रियल में दिखा रखा हो घोस्ट नहीं पता नहीं उसमें कोई घोस्ट नहीं आता है वही यही करती है सब हाँ लेकिन उसमें जब ये वाला मोमेंट आता है तो ऐसे तो होता है वो तो ऐसे ही है हो सकता है यही कर रही हो या हो सकता है इसमें कुछ अलग दिखा रखा उन्होंने മുൻകൂർ ഒരു കാര്യം പറഞ്ഞേക്കാം. ചിറ്റപ്പ അത് പറ്റത്തില്ല എന്ന് മിണ്ടിയേക്കരുത്. ഞങ്ങൾ പറയണത് അക്ഷരം മൃത്യങ്ങളുടെ അനുസരിച്ചാ മതി. രക്ഷിക്കാനൊന്നും നിൽക്കണ്ട. വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം. നോക്ക്, ശാരദ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ സമയമല്ല ഇത്. അമ്മാവ നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് देखो अपनी साड़ी पे आग लगा दी इसके दिमाग में हावी हो जाता है എന്ത് പറ്റി? हाँ भी नहीं ये खुद उस तरह से सोचने लग जाती है ना ഗംഗേ 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 എന്ത് പറ്റി? എന്ത് പറ്റി? ആരെത്തുമ്പോ കൊറേ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. എവിടെ വെച്ചായിരുന്നു? ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല, വരാന്തയിൽ നിൽക്കായിരുന്നു. अभी उस पर शक करेगा पर शक ഒന്നുമില്ല, നഗരേട്ടൻ പൊയ്ക്കോളൂ. അല്ലി ഒരു സാരി എടുത്ത്. अभी सोचता है श्रीदेवी कर रही है ये सोचता है श्रीदेवी की तबीयत ठीक नहीं है എന്താടോ? ഞാൻ ചോദിക്കുന്നോണ്ട് അമ്മാവനൊന്നും തോന്നരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അതിവിടെ അമ്മ ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്നാ. उसे लगता है कि मेंटली भी താൻ എന്തുവാടോ ഈ പറയുന്നേ? साइकियाट्रिस्ट തന്റെ ആ बुलाने के लिए बोल പരിഷ്കാരി रहा പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുഷ്കരണങ്ങളാണോ ആ കണ്ടതൊക്കെ? ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളോട് വന്നത്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? അപ്പൊ കാണുകയും ചെയ്തു. ഇനിയിപ്പോ സംശയം വേണ്ട. ഇവിടുള്ള എല്ലാവർക്കും എന്താ പറയാ. താൻ എന്തുവാടോ മതി. താൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം. ഇല്ല, ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നു വിട്ടതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയ. दिखा जा रहा കേട്ടില്ലേ? അയ്യോ, ഞങ്ങൾ ആരും അതെ തൊട്ടത് പോലും ഇല്ല. ഞങ്ങൾ ആരും തൊട്ടത് പോലും ഇല്ല. എന്താ മാവാ? ऐसे क्यों देख रहा है उस पे कैरोसिन बोर्ड थे ना वो कुछ नहीं ऐसा लग रहा है श्रीदेवी ने क्या हो गया सब इससे ये लग रहा है हाँ
അല്ല, നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിതം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ इसे वही लग കുഴപ്പമില്ല. रहा है क्यों सही कह रहा है പോകുന്നില്ല. അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം. श्रीदेव से लग रहा है श्रीदेव के अंदर है वो उन्हें साथ में बुला रहा है। ഛേ, सबके सब कैसे देख रहे हैं उसे ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളും. നേരം വെളുക്കണ വരെ ആടിക്കോളും. रोने लगे रोने लगे। എന്താ എന്താ അച്ഛാ? सबको यही लग रहा है कि ये ഒന്നുമില്ല. भाग्य ये फिर आता सबसे बड़ी वो ना गलतफहमी കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി സൈക്കാട്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? डॉक्टर सनीश का दोस्त അവനെ रहता ഒന്ന് है शायद ना। ആലോചിച്ചതാ, ചൊവ്വാദോഷമുള്ള ജാതക ശ്രീദേവിയുടെ. എന്നാൽ നകുലിന്റെ ജാതകമായിട്ട് നല്ല പൊരുത്തായിരുന്നു. പക്ഷെ എന്തോ ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെക്കൻ പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതിനൊക്കെ എന്താ പറയാ? തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് इस तो ये लग रहा है वो भूत श्रीदेव के अंदर है टोकरी टोकरी वाला सीन उसमें बताना है। उसके नीचे बिल्ली रहती है। ബാസുരയുടെ ഭർത്താവ് എന്നോട് വേണ്ട കളിക്കണ്ടോ ഞാൻ പറഞ്ഞു. ये कुछ ज्यादा ही डरता है। ऐसे होता है मुझसे അടുക്കരുത്, കാരണവരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. എന്താ? अब और डर जाएगा എന്താ മാവാ? അമ്മാവനോ? ആരമ്മാവൻ? അമ്മാവനെ തമിഴത്തി ഞാൻ വെച്ചിട്ടാ. पीछे से പോയിട്. അളിയോ തമ്പി അളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് पीछे और फैला दिया बात। हाँ ये फालतू का फखर आता है ये अबे കുട്ടി हाँ अब आ गया इसका दोस्त ऐसे दोस्त आ गया। मोहनलाल है ना ये बीमार है। അയ്യോ വിടു വിട്. വിടാൻ പറഞ്ഞു. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്. പറയുന്നതൊക്കെ വിടാൻ പറഞ്ഞ വിട്ടു. വിട്, ഇതെന്റെ ചിറ്റപ്പനാ. അയ്യേ ചിറ്റപ്പന? അതെ, സംബന്ധക്കാരൻ. ചിറ്റപ്പ ചിറ്റപ്പ ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. US ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ ഭ്രാന്തിന്റെയാ കിട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി സ്വവേശമയ്യപ്പ. എന്റെ സണ്ണി, സത്യം പറ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. इसमें वही कॉमेडी शायद। ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ പേഷ്യൻ പേഷ്യൻ. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്. अब सरेगा ये पेशेंट है അമ്മ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ. सनी जोसेफ। എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. अब सरेगा ये पेशेंट है फिर देख रहा हूँ उसको। वो भाग गई। അല്ലേ പേഷ്യൻ? ഓ ശ്രീദേവി. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഏജ്ഡ് ആണ്. उसे लग रहा हूँ सिर दे रही है। हाँ अब से लग रहा है ये ഒന്ന് പഠി. പഠിക്കാം. അതിനു മുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി? ജഗത്! ഗംഗ ചേച്ചി
ओ फिर आ गई हो. हाँ भागेगी. आगे आगे आगे. वही बंद कर दिया. दरवाजे के अंदर बंद कर दिया. उसी कमरे में बंद कर दिया ना उसे. സണ്ണി ഇതിന്റെ അകത്താന്ന് തോന്നുന്നു പൂട്ടിയിരിക്കുകയാന്ന് ഇതിനാ അല്ലി മേലോട്ട് ചെന്നപ്പോ ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ. ഓടി അറയ്ക്കകത്തോട്ട് അറിയാതെ കേറിപ്പോയി. एक तो सुबह सब डरते रहते हैं ना, किसने देखा है नहीं उसे कि आखिर है कौन. अच्छा ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത്? ശ്രീദേവി अगर ചേച്ചി. कोई भी देख लेता ना उसे तब नहीं डरता इतना. अब वो भी श्रीदेवी का नाम ले रही है. हाँ. സണ്ണി വന്നേ പറയട്ടെ. നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലായ? ഞാൻ अब से बैग कोई जला देगा. ഉയ്യോ, എന്റെ അമ്മച്ചി जला दिया. ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. ഒന്ന് നിർത്ത അല്ല തമ്പ്യത്തിയ ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൂടെ വേണം अच्छा, കയറിക്കോ. किसी और के पास जा रहा है. किसी और അല്ല ഉണ്ണിത്താനത്തിയാവല്ലോ. हाँ ये वही है. ये पागल हो जाता ना. അടക്കെ. വണ്ടി വിട്, വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി. बेटा അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ? उसमें पेड़ के ऊपर रहता बैठा हुआ नहीं था बैठा. മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ എന്നെ ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ पर्दे से पागल हो गए. अब नहाने वाला सीन है. അല്ല ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. ആ എനിക്ക് ഉടുത്തു മാറാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ കത്തിയ इसमें ബാഗിന്റെ. वैसे ही होगा. इसमें भी शायद वैसा ही होगा जैसा उसमें होता है. वही लड़की है. वो साड़ी ऐसे टंगाती है. नहीं अब वो एक दूसरी लेडी नहीं आती. हाँ दूसरी लेडी वही जो उसकी आंटी आती है, वही आती है शायद. उसकी आंटी आती है. हाँ उसका तौलिया यूज करेगा शायद ही. नहीं ये सोचता है ये धोती मेरे लिए आएगी. हाँ धोती. हाँ कि उसने बोला था ना मैं धोती भेजूंगा. धोती भेजूंगा. उसकी धोती. ഞാനാ ഞാൻ ഞാനെന്ന് പറഞ്ഞ ആ, ഞാൻ ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്? ആ, അതിനൊരു പണിയുണ്ട്. ഞാൻ ഇപ്പൊ തരാം. ഇപ്പൊ എന്നോട് ഒരുതരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എടോ, എന്റെ കുട്ടി ഇങ്ങോട്ട് തരാൻ. ഇത്തിരി സമയം തന്നാ ഞാൻ ആ പട്ടി തലവഴിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ വിധം മാറും. വല്ലാതെ ഇപ്പൊ കേട്ടോ എന്താ വിചാരിച്ചത്? तो उसमें अंदर भागता है ना. उसमें उसके पास टॉवल भी नहीं रहता है.
लेकिन इसमें चले गई थी लड़की वहां से. എന്നതാ നമ്മൾ കുളിമുറി വാതിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്ത് ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. इसको कमरे में बंद किया रहता है शायद उन्होंने. अभी नहीं किया, बाद में करते हैं. വാ, നിന്റെ മുറി കാണിച്ചു തരാം. ഞാൻ എപ്പ കിടക്കുന്നു എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ പ്രൈമറി സ്റ്റേജാ, ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ. ഇന്നിനി ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവശ്യം अब उनकी आवाज फिर से. और पैर चेक कर रहा. अच्छा से देव सो रखी है ना. ആരാ അത്? അവിടെ വലിയ अब गाना गाना गाने लगती है. देख रहे हैं. नहीं कहीं अंदर देखने के लिए. ओ आ गए वो. अच्छा भाग रही हो. भाग रही है. उस पे वार किया. ऐसा लगेगा ये इसने किया है. उसमें वो घुंघरू फेंकती है ना. घुंघरू लेने. घूर फेंक दिया. इसमें उसने वो फेंका അതിനെ ഇവിടെ കറങ്ങി നടക്കുന്നു. एक बर्तन. എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുവായിരുന്നു. എന്നാ ഇവിടെ മൂത്രം ഒഴിക്ക്. ഇവിടെയോ? ഇവിടെ ഒഴിക്കേ ഒഴിക്കേ. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി ऐसा लग रहा है इसने भी लगा हुआ. हाँ. ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പം നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസ്സിക്കൽ? बता दिया इसने उसे. സണ്ണി ഇത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. ആ മുകളിലെ തെക്കേ അറ്റത്തെ മുറി. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടിങ്ങട്ട്. അത് ശരി. तो लॉक है नहीं. रात को कैसे था लॉक? അപ്പൊ ഇതാണ് अंदर से करते शायद लॉक. ക്രൂരനായ പഴയ കാരണവരല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. എനിക്കപ്പോ പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല. അപ്പൊ സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? दूसरी रात में सुना था. മുല്ലമുട്ട്. എന്റെ ചായ തണുത്തു. എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള.
अच्छा उसको देख रहा है। घुंघरू की आवाज़ क्या सुनाई दे रही है उसे? हाँ കന്ന് अच्छा जेब में रखा है उसने। वही घुंघरू रखा उसने जेब में। തളത്തിൽ കിട്ടിയതാ. നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായാലും വേണോ?